കൽബയിൽ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ച ഷാർജ ഭരണാധികാരി ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി അറേബ്യൻ തഹർ പദ്ധതി, ഹാങ്ങിങ് ഗാർഡൻ പാർക്ക് എന്നിവയുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. കൽബയുടെ പൊതുവികസനത്തിന് ആക്കം കൂട്ടുന്ന കൂടുതൽ പദ്ധതികളും പരിഗണനയിലാണ്. പ്രത്യേകതരം മലയാടിനത്തിൽപ്പെട്ട അറേബ്യൻ തഹറുകളെ സംരക്ഷിക്കാനുള്ള പദ്ധതിയാണ് ഇതിലൊന്ന്. വംശനാശ ഭീഷണി നേരിടുന്ന ഇവയുടെ പ്രജനനത്തിനാവശ്യമായ പ്രകൃതിദത്ത അന്തരീക്ഷമൊരുക്കാൻ ലക്ഷ്യമിട്ടാണ് കൽബയിലെ അൽ ഹഫിയ മൗണ്ടൻ കൺസർവേഷൻ സെന്ററിനോടനുബന്ധിച്ച് അറേബ്യൻ തഹർ പദ്ധതി നടപ്പാക്കുന്നത്. കൽബയിലെത്തിയ ഷാർജ ഭരണാധികാരി ഹാങ്ങിങ് ഗാർഡൻ എന്ന് പേരിട്ട പാർക്കും ഉദ്ഘാടനം ചെയ്തു. അൽ ഹഫിയയിൽ പുതുതായി ഏർപ്പെടുത്തിയ സന്ദർശകർക്ക് മാനുകളെ കാണാൻ അവസരമൊരുക്കുന്ന ഭാഗത്തിന്റെ ഉദ്ഘാടനവും ഷെയ്ഖ് സുൽത്താൻ നിർവഹിച്ചു. 30-ലധികം വ്യത്യസ്ത ഇനം പർവ്വതമൃഗങ്ങളുടെ ആവാസ കേന്ദ്രമാണ് അൽ ഹഫിയ സംരക്ഷിത പ്രദേശം. കൽബ നഗരത്തോട് ചേർന്നുള്ള അൽഹജർ പർവ്വതനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്നതാണ് അൽ ഹഫിയ മൗണ്ടൻ കൺസർവേഷൻ സെന്റർ. വൈവിധ്യമാർന്ന സസ്യങ്ങളും മൃഗങ്ങളും ഉൾക്കൊള്ളുന്നതിനാൽ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന് പേരുകേട്ടതാണ് കൽബ ഷാർജ റോഡിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഹാങ്ങിങ് ഗാർഡൻ. 16 ലക്ഷം ചതുരശ്ര അടി പ്രദേശത്ത് നിർമ്മിച്ച പാർക്കിൽ 1 ലക്ഷത്തിലേറെ ചെടികളുണ്ട്. പാർക്കിന്റെ മധ്യത്തിൽ ഒരുക്കിയ റെസ്റ്റോറന്റും ഷെയ്ഖ് സുൽത്താൻ സന്ദർശിച്ചു. 215 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മീഡിയ 1 കൽബ.